ഞാനൊരു ഇടതുപക്ഷ ചിന്ത വെച്ച് പുലർത്തുന്ന ആളാണ്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന CPM-ൻ്റെ വ്യാജ ഇടതുപക്ഷമല്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന, നാട് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, മതസൗഹാർദ്ദം വെച്ച് പുലർത്തുന്ന ഒരു വലിയ വിശാലമായ ഒരു ഇടതുപക്ഷ മനസ്സ്. പ്രിയപ്പെട്ട ജോയി മാത്യു അനുമോദനത്തെ സംസാരിക്കും. ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അധ്യാപകൻ MN കാരശ്ശേരി മാഷ് സ്റ്റേജിലുണ്ട്. എന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ മാഷ് ചെവിക്ക് പിടിക്കും എന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വർഷം എനിക്ക് ഇരട്ടി മധുരത്തിൻ്റെ വർഷമാണ്. എന്ന് പറഞ്ഞാൽ 40 വർഷം മുമ്പ് ഞാൻ ആദ്യമായി അഭിനയിച്ച ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലായ ഫ്രാൻസിലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്ലാസിക്കൽ സിനിമകളുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു സിനിമയായി പ്രദർശിപ്പിച്ചു. ഞാൻ അവിടെ റെഡ് കാർപ്പറ്റിൽ ആദരിക്കപ്പെട്ടു. കോഴിക്കോട് നിന്നാണ് ആ സിനിമ ഉണ്ടായത്. നമ്മുടെ പ്രിയപ്പെട്ട KC അബുവിൻ്റെ ലോഡ്ജിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. ഇപ്പോഴും അതിൻ്റെ വാടക ബാക്കിയാണ്. അത് KC അബു ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് വാടക പിരിക്കാൻ വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു ഇരട്ടി മധുരത്തിൻ്റെ രണ്ടാം മധുരത്തിലേക്ക് ഞാൻ വരുന്നത്, ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി ഫ്രാൻസിലേക്ക് പോയി. അവിടെ എത്തി. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ആരാവും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയം, അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള മനുഷ്യൻ VD സതീശൻ തന്നെയാണ്. അദ്ദേഹവുമായിട്ടുള്ള അടുപ്പവും ഒക്കെ വെച്ച് കാണുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം പുസ്തകം ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോഴാണ് ഒരിക്കൽ കണ്ടത്. അപ്പോഴും അദ്ദേഹം പുസ്തകം വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരു മന്ത്രി എടുക്കുന്നുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. അയാൾ മൊബൈലിൽ കുത്തിക്കളിക്കുകയാണ്, അദ്ദേഹം പുസ്തകം വായിക്കുകയാണ്. ഞങ്ങൾ പുസ്തകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പിന്നെയും കാണും, പലയിടത്ത് വെച്ച് കാണും. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടുള്ള ആദരവ് തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും ഈ പ്രസ്ഥാനവുമായി അടുക്കുന്നത്. ഞാനൊരു ഇടതുപക്ഷ ചിന്ത വെച്ച് പുലർത്തുന്ന ആളാണ്. പക്ഷേ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന CPM-ൻ്റെ വ്യാജ ഇടതുപക്ഷമല്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന, നാട് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, മതസൗഹാർദ്ദം വെച്ച് പുലർത്തുന്ന ഒരു വലിയ വിശാലമായ ഒരു ഇടതുപക്ഷ മനസ്സ്. ഞാൻ നോക്കുമ്പോൾ VD സതീശൻ പറഞ്ഞു വരുന്ന പ്രസംഗങ്ങളൊക്കെ ആ ഒരു മനസ്സോട് അടുത്തടുത്ത് വരുന്നു. അങ്ങനെയാണ് എന്നെ വിളിക്കാതെ തന്നെ ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചെല്ലുന്നത്. അവിടെ നിങ്ങൾ കാണുന്നു, പിന്നെയും പലപ്പോഴും കാണുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ രണ്ടാമത് ഈ ഫ്രാൻസിലെത്തി. അവിടെ പുലർച്ചെയാണ്, ഇവിടെ സമയം പകലാന്ന് തോന്നുന്നു. എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അപ്പോൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നുള്ള അതിയായ മോഹം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പിൽ VDS എന്ന് മാറ്റിയിട്ട് CM ആക്കിയിരുന്നു. എന്നോടൊന്ന് മറന്നുപോയി. ഫോൺ വന്നപ്പോൾ ഞാൻ നോക്കുന്നത് ഏത് CM വിളിക്കുന്നതെന്ന്. ഫോൺ എടുക്കുമ്പോൾ ജോയ്മത്ത് നിങ്ങളെവിടെയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രാൻസിലോ ഞാൻ പറഞ്ഞിങ്ങനെ ഫെസ്റ്റിവലിന് വന്നതാണ്. വളരെ സന്തോഷം, തിരിച്ചു വന്നിട്ട് കാണണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെയൊക്കെ വിളിക്കാൻ നിങ്ങളൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അപ്പം എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ലാളിത്യവും മനുഷ്യനോട് കാണിക്കേണ്ട ഒരു തരം ബഹുമാനവും. എന്നെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ സൂപ്പർ സ്റ്റാറോ അങ്ങനെയൊന്നുമല്ല, അത്ര വലിയ നടനോ അല്ലെങ്കിൽ വലിയ സിനിമാക്കാരനോ ഒന്നുമല്ല. പക്ഷേ എന്നെ വിളിച്ച് ആ സന്തോഷം, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ എന്ന് ചോദിക്കാനുള്ള ആ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിച്ചു പോയി. ഇങ്ങനെ 2 മധുരങ്ങളാണ് ഈ വർഷം എനിക്ക്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയിൽ ഞാൻ കാണുന്നത്, സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനെയാണ്. ഞങ്ങളുടെയൊക്കെ സ്വപ്നം കുറേ നരച്ചുപോയി. ചെറുപ്പക്കാരുടെ സ്വപ്നം നശിച്ചു പോയിരുന്നു, മരവിച്ചു പോയിരുന്നു. കേരളത്തിൽ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാരില്ലാതായിപ്പോയി കഴിഞ്ഞ 10 വർഷം. ഒക്കെ ഒന്നുകിൽ മുരടന്മാരോ ഗുണ്ടകളോ പിടിച്ചുപറിക്കാരോ ലഹരിക്ക് അടിമകളോ ആയിപ്പോയി. ആ ഒരു ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇളക്കുന്ന, അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന, കേരളം നമുക്ക് സ്വപ്നതുല്യമാക്കണം എന്ന് പറയുന്ന, മതസൗഹാർദ്ദത്തിൻ്റെ മാറ്റൊലി പ്രചരിപ്പിക്കുന്ന VD സതീശനാണ് ഇനി കേരളത്തിൽ ചെറുപ്പക്കാരെ മാത്രമല്ല ആബാലവൃദ്ധം ജനങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള യാതൊരു സംശയമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കോഴിക്കോട്ടുകാർക്ക് എന്നെ അറിയാം. ഞാൻ വീണ്ടും നിങ്ങളോട് പിന്നീട് സംസാരിച്ചോളാം. ഇപ്പോൾ തൽക്കാലം ഇവർക്കൊക്കെ വേണ്ടി ഞാൻ വേദി ഒഴിയുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.